ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കമ്പനി മാത്രം വിൽക്കുന്നുണ്ട് അത്രയും. ചെറിയ കമ്പനികൾ ബില്യൺ കണക്കിന് പിന്നെ ഡോളറിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ 33,300 കോടി എന്ന് വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങി ഇതിനെ കൈകാര്യം ചെയ്യാന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഞാൻ ഈ ലോഞ്ച് ചെയ്തു. പിറ്റേ ഇദ്ദേഹം എന്നോട് ചോദിച്ചു എങ്ങനെ എത്ര 3,300 കോടി എന്ന് പറയുന്നു, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് 300 കോടി രൂപ എന്ന് പറയുന്നു. അപ്പോൾ എന്താ പേര്? ആപ്പിളാണ്, മാംഗോ ആണെന്ന് പറയുന്നു. നിങ്ങൾ ആരൊക്കെയാണ്? ഞങ്ങൾ ആരൊക്കെയാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്? ഞാൻ റോജി അസ്റ്റിൻ, ആൻഡോ അസ്റ്റിൻ, ജോസൂട്ടി അസ്റ്റിൻ, 3 പേരുടെ പേര് പറയുന്നു. വേറെ ആരെങ്കിലും ഇൻവെസ്റ്റർ ഉണ്ടോ? വേറെ ആരും ഇൻവെസ്റ്റർ ഇല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ച് മനസ്സിലാക്കി. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്? 4 പ്രൊഡക്റ്റാണ്. പിന്നെ ഏതൊക്കെയാണ്? M-Phone 7, 6, 7, 8, പിന്നെ ഒരു 7S എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു iPhone 7 ഉണ്ട്. iPhone 7ൻ്റെ പകരം ഞാൻ 7S എന്ന് പറഞ്ഞാൽ അത് സെയിം ലുക്ക് iPhone 7നോട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിനൊരു 7S എന്നിട്ട് അങ്ങനെ 3 പേരിടുന്നു. 8 എന്ന് പറഞ്ഞ ഫോണിൽ നമുക്ക് വയർലെസ് ചാർജർ അടക്കമുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. എന്തായാലും അപ്പോൾ നിങ്ങൾ എവിടുത്തുകാരാ? ഞങ്ങൾ വയനാട്ടുകാരാണ് എന്ന് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ മനോരമയുടെ ബിസിനസ് പേജിലെ വാർത്ത എന്ന് പറയുന്നത് ആപ്പിളിനെ വെല്ലാൻ മാംഗോയുമായി മലയാളികൾ. ഇതാണ്. അവിടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയപ്പെടുന്നത്. അതുവരെ എന്നെ ഒരു മനുഷ്യനറിയില്ല, എന്നെക്കുറിച്ചൊരു മനുഷ്യനെക്കുറിച്ച് ധാരണയില്ല, ഒന്നുമില്ല. ആപ്പിളിനെ വെല്ലാൻ മാംഗോയുമായി മലയാളികൾ എന്ന് പറഞ്ഞിട്ട് ബിസിനസ് പേജ് വലിയൊരു വാർത്ത വന്നു.